രണ്ടാം ഉത്സവ ദിവസമായ ഇന്ന് കൃത്യം 7 മണിക്ക് തന്നെ ചൈതന്യ കൈകൊട്ടിക്കളി സംഘം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി ആരംഭിക്കുന്നതാണ്. കൃത്യം 7 മണിക്ക് തന്നെ. വരത്തില്ല. ഞാൻ ആ സെക്രട്ടറിയോട് പ്രത്യേകം പറഞ്ഞതാ, ഈ അനുശ്രീ നേതൃത്വം നൽകുന്ന കൈകൊട്ടിക്കളി എന്ന് പറയണത്. പറഞ്ഞില്ലല്ലോ, കൃത്യം 7 മണിയല്ല 9 മണിക്കെങ്കിലും ഞാൻ തുടങ്ങത്തുള്ളൂ. നോക്കിക്കോണം ഭഗവാനെ. ഇന്നത്തെ കൈകൊട്ടിക്കളിക്ക് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നെ മാത്രം വീഡിയോ എടുത്ത് ആരെങ്കിലും ഒന്ന് വൈറലാക്കണേ. മണി 4:30 7 മണിയാകുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒതുക്കി പറക്കി അമ്പലത്തിലോട്ട് ചെല്ലണ്ടതാ. ഹലോ എടി നീറ്റ് ഇങ്ങോട്ടൊന്ന് വരാവോടി. എന്താടി അനു? എടി ഈ നിലവിളക്കും ഈ പൂവും താലും ഒക്കെ നമുക്ക് അമ്പലത്തിൽ എത്തിക്കണ്ടായോ? ഒന്ന് വന്ന് സഹായിക്കടി. അയ്യോ എനിക്ക് വരാൻ പറ്റില്ല, ഞാനിവിടെ നിന്ന് ഒരുങ്ങണേ. നീ ഒന്ന് പോയേ. ഇത് പിന്നെ ആരും സഹായിക്കുമെന്ന് വെച്ചിട്ടാ? നിന്റെ കെട്ടിയോനോട് ഒന്ന് പറ. എടി അണ്ണൻ 1-ാം തിരുവുത്സവത്തിന് ഇവിടെ ഇറങ്ങി പോയതാ. ഈ കൊടിപ്പത്തായിട്ടും ആളിങ്ങ് എത്തിയിട്ടില്ലെന്ന്. ആണോ? എന്നിട്ട് നീ അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചേ. അപ്പുറത്തെ സതീശൻ പറഞ്ഞ് നമ്മുടെ കാളയുടെ പുറത്ത് അണ്ണന്റെ മുണ്ട് കണ്ടു, ഗ്രൗണ്ടിൽ ചെരുപ്പ് കണ്ടു. ആളിങ്ങി വരുമായിരിക്കും, വല്ല കുപ്പയിലും കാണും. ആളിങ്ങി വരും. എടി ഒന്ന് വാടി ഒന്ന് പോയടി. എനിക്ക് ഒരുങ്ങണം. നിനക്ക് മാത്രം സുന്ദരിയായാൽ മതി. അയ്യടി ചാടി കളിക്കാനും അറിയാനൊന്നും നിനക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. ഒരുങ്ങണം. ഇന്ന് കണ്ടോ, ഇന്ന് പെണകാലി ഞാൻ വെട്ടി ഞാൻ താടി എടുത്ത് നോക്കിക്കോണം. കട്ടി ചെയ്തു, ഇല്ലെങ്കിൽ ഇപ്പൊ ചാടിത്തുള്ളി വന്നേനെ. അല്ല, ആദ്യത്തെ അടി എവിടെ നിന്നായിരുന്നു വരുന്നത്? കൈകൊട്ടി കളിയുടെ ഒന്ന് നോക്കിയേക്കാ. പരുന്തിന്റെ മുണ്ടങ്ങ് താത്തിട്ടെ, അല്ലെങ്കിൽ ഈ നടക്കുന്ന പൂന്തോട്ടം ആരെങ്കിലും എറിഞ്ഞ് വീഴ്ച വീട് മാറിപ്പോയി. അവിടെ നിന്നെണ്ണ എന്തുകൊണ്ടാ ഇങ്ങനൊക്കെ പറയുന്നത്? പോണെണ്ണ എനിക്ക് പിടി കിട്ടുന്നില്ല. അനുശ്രീ നിങ്ങളുടെ പെണ്ണുപിള്ള. എന്റെ പൊന്നു ദൈവം നമ്പുരാനി, ഒരു സർക്കസ് കമ്പനി കൈവച്ചിട്ടാണ് ഞാൻ തെരുവ് സർക്കസ് കണ്ടു നടന്നത്. എനിക്ക് സൂപ്പറാ. എവിടെ പറഞ്ഞിരിക്കും നിൽക്കുക? അതുള്ള എന്തൊരു ചോദ്യം ഇത്? നമ്മുടെ അമ്പലത്തിലെ കൈകൊട്ടിക്കളി ഇന്നില്ലയോ? പോട്ടായോ? പിന്നെ കൈകൊട്ടിക്കളിക്ക് പോകണ്ട. നമുക്ക് ഇവിടെ കൈകൊട്ടിക്കളിക്ക് പോകണ്ട. നമുക്ക് ഇവിടെ എടാ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഉദ്ദേശം എന്തോന്ന് മനസ്സിലാവുന്നുണ്ട്. കൈകൊട്ടിക്കളിക്ക് പോകണം. പിന്നെ നോട്ടീസ് നമുക്ക് നാരങ്ങാരുടെ അപ്പച്ചിയുടെ വീട്ടിൽ പോകാം. അതെന്തുവാ? അപ്പച്ചി അവിടെ ഇല്ല, അവിടെ പോകാം. വണ്ടി എടുത്തോണ്ട് വരാം, നമുക്ക് വണ്ടി എടുത്തോണ്ട് വരാം. ഞാൻ നിങ്ങളുടെ ബെസ്റ്റാണോ മനുഷ്യ? ഞാൻ നിങ്ങളുടെ ബെസ്റ്റാണ്. ഞാൻ നിങ്ങളുടെ പെണ്ണുപിള്ളയാ. ഓർത്ത് കണ്ട് സംസാരിച്ചോളാം കേട്ടാ. അതല്ല, 10-15 കൊല്ലത്തിന് ശേഷം നിന്നെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുമല്ലേ ഞാൻ. ഇതെന്തോ കോലമാണ്, ഇതെന്തോ കോലം. നിങ്ങൾ എവിടെ ആയിരുന്നു ഇത്? ഞാൻ അവിടെ അമ്പലത്തിന്റെ അവിടെ കിടക്കുമായിരുന്നു. ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേ. നീ പറയുമ്പോ തിരിയാനിരിക്കുന്നോ അറിയാൻ? ഇങ്ങോട്ട് തിരിഞ്ഞേ. നിങ്ങളെ ചവിട്ടിയാണ് ആൾക്കാർ അമ്പലത്തിലോട്ട് കയറിയത്. ഇതെന്ത് ഈ ചെരുപ്പിന്റെ പാടൊക്കെ? ഞാൻ അതൊരു ഒരാളോട് സത്യം പറഞ്ഞപ്പോ എന്നെ ചവിട്ടിയതാ. സത്യം പറഞ്ഞപ്പോ ചവിട്ടിയെന്നോ? എന്തോ സത്യം പറഞ്ഞത്? നിന്റെ തന്തയല്ല, എന്റെ തന്തയെന്ന്. ദൈവം, ഇത് ആരോടാ പറഞ്ഞത്? എന്റെ തന്തയോട്. ഞാൻ സന്ധ്യക്ക് ശ്രീജയുടെ വീട്ടിന് പറയല് ഞാൻ അനങ്ങാതെ നിൽക്കുന്ന കണ്ടത്. ഇത്രയും നാളായിട്ട് എന്നെ പറ്റി എന്തൊരു അപവാദം നീ കേട്ടിട്ടുണ്ടോ? അതില്ല. അതാ എന്റെ ഭാഗ്യം. ഇനി സുരേന്ന് വെച്ചാൽ നാട്ടുകാരെ ഒരു തൊരയാ. ശരിയാ. ഗീത ഉണ്ടെങ്കിൽ നീ ഇന്ന് കൈകൊട്ടിക്കളിക്ക് പോകണ്ട. ഗീതയോ? ഗീത ഉണ്ട് കൈകൊട്ടിക്കളിക്ക്. ഗീതയുടെ കൂടെ കൈകൊട്ടിക്കളിക്ക് നീ പോകണ്ട. കാര്യം എന്തോന്ന് പറ. എനിക്ക് ഇഷ്ടമല്ല അവളെ കൂടെ നീ കൈകൊട്ടിക്കളിക്ക് പോകുന്നത്. എന്താ നിങ്ങൾക്ക് അവളെ ഇഷ്ടമല്ലാത്തെന്ന് എനിക്കറിയാം. 500 രൂപ ചെന്ന് കടം ചോദിച്ചിട്ട് അവള് തന്നില്ല, ഇല്ലയോ? അവള് തന്നില്ല എന്ന് പറയുകയും ചെയ്തില്ലയോ? അതിന് പേര് അവിടെ വീട്ടിൽ ചെന്ന് നല്ല ബഹളം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ വരുന്നത്. അവിടെ വീട്ടിൽ ചെന്ന കസാറ എടുത്ത് ഞാൻ തോട്ടിലിട്ടു. കെട്ടിയാൻ തോട്ടി കിടപ്പുണ്ട്. അവളെ കസാറ എടുത്ത് ഞാൻ കണ്ടില്ല, എടുത്ത് കളഞ്ഞു. മൃണാളിനി വരുന്നുണ്ടാ കളിക്കാൻ. മൃണാളിനി നിങ്ങൾ എത്ര കഴിച്ചു? എനിക്ക് പോലും ഓർമ്മയില്ല, ഒരുപാട് കഴിച്ചു ഞാൻ. എന്നിട്ടും ആ മൃണാളിനി എന്ന് പറയുന്നതിന്റെ അസ്ഫുടതയൊന്ന് നോക്കിക്കോളെ. ഉണ്ട്. എന്തിനാ? പണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഫ്രണ്ട് വന്നിരുന്ന ആ കളി എനിക്ക് കാണും. അവിടെ ഈ തെല്ലിക്കളച്ചം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ തെല്ലിക്കളച്ചം നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എന്റെ തെല്ലിക്കളച്ചം 15 കൊല്ലം കൊണ്ട് നീ എന്നെ തെല്ലിക്കളയില്ല. പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഉത്സവമില്ലേ? തല്ലി നനച്ച് നിങ്ങളൊന്ന് കുളിക്കുക. എന്തോ കോലമായി. നാളെ ആറാട്ടല്ലേ? ആറാട്ടിൽ ഞാൻ കുളിച്ചോളാം. ഈ കോലത്തെ അങ്ങോട്ട് ചെന്ന ആറാട്ടിലുള്ളവർ നിങ്ങളെ ആട്ടി വിടും.
വിളക്കൊക്കെ പറയാ നിങ്ങളെ എന്ത് സാരിയുടെ തുമ്പൊന്ന് പിടിച്ച് നിന്റെ താഴെടുത്ത് മുന്നേ പിടിക്കാൻ നിന്റെ പൂച്ചയാണ് ഞാൻ തുമ്പൊന്ന് പിടിക്കാന് ഓ പുതിയ കൊലുസൊക്കെ വാങ്ങിച്ചോ? അത് സാരിയുടെ കസവാ. അടിക്കങ്ങോട്ട് പിടിക്കങ്ങോട്ട് അടിക്കങ്ങോട്ട് പിടിക്കാന് കൂടുതൽ അടുക്കി വിളിച്ച കരിപിടി. ഇനി പിടിച്ചോട്ടെ സുഭാഷ് ആരെ വിളക്കാരനെ? വിളക്ക് അപ്പുറത്തെ നമ്മുടെ വിജയണ്ണന്റെ. ഏത് വിജയണ്ണന്റെ? വിജയണ്ണൻ ഗൾഫാരം വിജയണ്ണനെ അറിയത്തില്ലേ? ഗൾഫാരം വിജയണ്ണ എനിക്കറിയത്തില്ല, പക്ഷെ നിനക്കറിയാം ഗൾഫാരം വിജയണ്ണ ആരാണ്? എന്റെ പൊന്നണ്ണ വിജയണ്ണനല്ലേ ഞങ്ങളുടെ കൈകൊട്ടുകളിയുടെ സ്പോൺസർ. അതെണ്ണം കൊണ്ടുവന്ന് വെച്ച വിളക്ക. അവരെ ഇവിടെ കയറ്റി വെക്കൽ, അവര് വിളക്ക് ഇവിടെ കയറ്റി വെക്കൽ. തല്ലി ഞാൻ ഒടിക്കും, കൊണ്ടു കൊടുക്കണേ. തല്ലി ഒടിക്കും. അവരുടെ കല്യാണത്തിന് അവർ അമ്മ കൊടുത്ത വിളക്കായത്. ചേച്ചിയുടെ അമ്മ ഒരു കല്യാണത്തിന് ഒരു അമ്മ കൊടുത്ത വിളക്കായത്. എന്റെ കല്യാണം കഴിഞ്ഞു, ഇവിടെ അമ്മ തന്നു. ഇത്ര ഉള്ളൊരു മഞ്ചിരാത്. എന്തുവാണ് അങ്ങനെ പറയുന്നത്? എന്തിനാ ഇവിടെ പ്രത്യേകിച്ച് ഒരു വിളക്ക്? ഞാനങ്ങ് നിൽക്കുവരിയോ? ഇവിടുത്തെ വിളക്കാ ഞാൻ. എനിക്ക് ഒന്നുകൂടെ കെട്ടണം. എനിക്ക് തീരെ വെട്ടം പോരാ. ഇരുട്ടാക്കും കേട്ടോ. നിങ്ങളെ നിർത്തി കത്തിക്കാൻ ഈ ഒരു ഒറ്റ വിളക്ക് മതി. ഞാൻ മലയാളിക്ക് അവന് വിളക്ക് കൊണ്ട് കൊടുക്കണേ. അവനെ പറഞ്ഞപ്പോൾ നിനക്ക് കൊണ്ടില്ലോടി. ഞാൻ പറയുന്നത് എന്റെ സ്വഭാവം നിങ്ങൾക്ക് ശരിക്കും അറിഞ്ഞൂടാ. അനുശ്രീയേ, അയ്യോ വിജയണ്ണ പേര് വാങ്ങാ. അയ്യോ വിജയണ്ണ, ഒരുക്കങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ പൂവും താലും ഒക്കെ ആയിട്ടൊന്ന് നിലവിളക്കും ആയിട്ടൊന്ന് അമ്പലത്തിൽ ചെല്ലണം, അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ വന്നു കഴിഞ്ഞാല് ഫുഡല്ല എന്റെ വീട്ടിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും അവിടെ നിന്ന് കഴിക്കണം. എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടെ ഞാൻ നിരന്ന് നിന്നിട്ട് ഞാൻ നടുക്ക് നിന്ന് ഒരു ഫോട്ടോ എടുക്കണം. എനിക്ക് ഗൾഫിലേക്ക് അറബിക്ക് അയച്ചു കൊടുക്കാനാ. സൈഡിൽ ഈ പാപ്പിടിച്ചോ നിൽക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? അസുരനോ? അസുരന്നല്ല, ആ സുര നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. എന്നെ അല്ലായിരുന്നല്ലോ ലക്ഷ്യം. എന്തുവാണ് ഒരു വരി മോനെ വെച്ച് സംസാരിക്കുന്നത്? എന്ത് കോലോ ഇത്? നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും, ഞാനിപ്പോ വരാം. എന്ത് കോലാണ്? ഉത്സവമായിട്ട് നല്ല രീതിയിൽ നിൽക്കണം. ഇതെന്ത് വെള്ളം അടിച്ചിട്ട് ഒരുമാതിരി? ഞങ്ങളുടെ ഇവിടുത്തെ അമ്പലത്തിലെടുത്തത് ഞങ്ങളുടെ ആണുങ്ങളെല്ലാം വെള്ളം അടിക്കും, കൂത്താടും, അടിച്ച് പൊളിക്കും ഉത്സവം. നിനക്കെന്താണോ കുഴപ്പം? ആ അമ്പലത്തിലെ ഉത്സവം 10 ദിവസം കഴിയാൻ തീരും. നിനക്കൊക്കെ എന്നും ഉത്സവം അല്ലേടാ? നീ ഉത്സവം എന്ന് പറഞ്ഞപ്പോ ഗൾഫിൽ നിന്ന് കയറി ഇനി പോന്നല്ലോടാ. ഉത്സവം എന്ന് പറയുമ്പോൾ ഉത്സവം എല്ലാം കൂടി കട്ടി പറക്കി എടുത്ത് ഗൾഫിലോട്ട് വരുമോ? ഒരു കാര്യം ഞാൻ പറയാം, എന്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഒന്നും വേണ്ട. ഒരു കാര്യം വേണ്ട, വിളക്കെടുത്തിട്ട് എന്റെ വീട്ടിൽ നിന്ന് പോയിക്കണം. നിന്റെ ഒരു ഇടപാടുമായി ഇവിടെ കാണിക്കും. ഇവിടെ കൈകൊട്ടിക്കളി മാത്രമല്ല, ഈ ക്ഷേത്രത്തിലെ ഉത്സവം മൊത്തം സ്പോൺസർ ചെയ്തിരിക്കാൻ ഞാനാ. ഓ, നിന്റെ കയ്യിൽ ഇഷ്ടത്തിന് പൈസ ഉണ്ടല്ലോ, വാരി എറിയാൻ വേണ്ടി. എന്റെ കയ്യിലില്ലല്ലോ പൈസ. ആ പൈസ ഇല്ലാത്ത നിനക്ക് ഞാൻ കളിച്ചോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. വിളക്കെടുത്തിട്ട് പോയിക്കണം. ആ വിളക്കത്തോട്ട് കളിക്കല് സീരിയസ് ആയിട്ട് വിളവെടുപ്പുള്ള സാധനം ഇത്. വിളവെടുപ്പുള്ള സാധനം എന്റെ വീട്ടിൽ കൊണ്ടുപോകാനല്ല, ഞാൻ തല്ലിപിടിച്ച് ദൂരെ എടുത്തിട്ട് പോകാൻ പറ്റാൻ പറ്റും. അല്ലേ സംസാരിച്ചോണ്ടത് ശരിയാകത്തില്ല. ഈ വിളക്കോട്ട് അങ്ങ് എത്തിക്കൊള്ളുന്ന സമയത്ത് കേട്ടോ. ഉമ്മ വെള്ളം അടിച്ചും കൊണ്ട് മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി വിളിച്ചു തരണോ? നീ അവള് പറഞ്ഞു ഞാനങ്ങ് വന്നേക്കാം. അവള് വരും, നീ വരണ്ട. പോയോ? പറഞ്ഞു വിട്ടോ? പറഞ്ഞു വിട്ടിട്ട് അവൻ എന്റെ വീട്ടിൽ കയറി അവന്റെ വിളക്ക് ഒന്നും കാണണ്ടോ? ഞാൻ പറയുക, എന്റെ വീട്ടിൽ എന്റെ അച്ചാച്ചനും നാത്തൂനും ആങ്ങളെയൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം. അമ്മായിച്ചൊക്കെ വരുന്നുണ്ടോ? ആ വരുന്നുണ്ട്. എന്റെ അമ്മായിച്ചനെ ഞാൻ കെട്ടി പിടിക്കും. കുപ്പി അരയിലുണ്ടോ തപ്പി നോക്കാനല്ലയോ? അച്ചാച്ചൻ കൂടി നിർത്തിയായിരുന്നു. ഞാൻ പോയി ഇങ്ങനെ കെട്ടി പിടിക്കും. കുപ്പി ഉണ്ടോ നോക്കാനല്ലയോ? ആങ്ങളെ നിർത്തിയായിരുന്നു. അല്ല, ഞാൻ ചോദിക്കാൻ മറന്നുപോയി. നിങ്ങൾ കൊടിമരം മുറിക്കാൻ പോയപ്പോ എന്തുവായിരുന്നു അവിടെ ഒരു ബഹളം? കൊടിമരം മുറിക്കാൻ പോയിട്ടും കൊടിമരം മുറിച്ചു കൊടുത്താൽ ഞാനില്ലയോ? ഒടുവിൽ കൊടിമരം ഘോഷയാത്ര പോയപ്പോ എന്നെ പിടിപ്പിക്കാൻ അവരെ സമ്മതിച്ചില്ല. എന്നോട് കളിക്കാൻ മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് വായിട്ട് അങ്ങോട്ട് ചോദിക്കണമായിരുന്നു. ഞാൻ ചോദിച്ചപ്പോ അമ്മാര് പറയാം, ഇത്രയും ദൂരം നീ ഞാൻ നടന്നു സുഖിക്കട്ടാന്ന്. ഞാൻ കിടന്നു? അതെന്തുവാ? എന്നെ കണ്ട ഹൈറ്റ് ഉള്ളമാരാ കൊടിമരം കൊണ്ട്. അപ്പൊ ഞാൻ നടക്കത്തില്ല. എനിക്ക് വയ്യാന്ന്. അണ്ണാ, ഈ നിലവിളക്ക് ഒന്നും അമ്പലത്തിലോട്ട് കൊണ്ടുപോകാൻ. നിന്റെ മൂത്ത മോചത്തി അവനോട് ഓരോ വിളക്ക് കൊണ്ട് കൊടുക്കാൻ. മൂത്ത മോന്റെ കാര്യമൊന്നും പറയാതിരിക്കുവാ ഭേദം. ഞാൻ ഇടാൻ വെച്ചിരുന്ന പുത്തൻ ഒരു നൈറ്റ് ഇട്ടോണ്ടാ ഇന്ന് ഇവനെ ഇവിടെ അങ്ങോട്ട് പോയത്. ചോദിച്ചപ്പോ പറയാ ചെണ്ടമേളത്തിന്റെ ഫ്രണ്ടിൽ അതും ഇട്ടോണ്ട് കിടന്ന് ചാടാനാന്ന്. ഓ എന്റെ ഭഗവാനെ, ഞാൻ ഒരു നോക്ക് ഞാൻ കണ്ടെന്ന അവന്റെ ഡാൻസ്. ഇങ്ങനെ ഡാൻസ് ആണോന്നാ? എനിക്കറിയത്തില്ല. അവനൊക്കെ വല്ല കഞ്ചാവോ വെള്ളമായിരിക്കും. ഞാൻ ചോദിക്കും. ചോദിക്കല്ലേ, നിങ്ങൾ കുറച്ചാളും കൂടെ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹം ഇല്ല? പോയി നോക്കണ്ട. എന്താ അവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്ന സാധനം ഞാൻ ഒഴിച്ചു കളഞ്ഞായിരുന്നു. എന്താ ഇപ്പൊ തന്നെ നിങ്ങൾ ഓവറാ. നിങ്ങൾ ആ കൈകൊട്ടി കളി നടക്കുന്നിടത്ത് വന്ന് നിങ്ങൾ ബഹളം വെക്കും. അങ്ങനെ ബഹളം വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടുകാല് രണ്ട് ഞാനങ്ങ് തല്ലി ഓടിക്കും. തല്ലി ഓടിക്കും. വിശംബരോ, ഇത് വാടാ, ഇവിടെ മുട്ടുകാല് തല്ലി ഓടിക്കുന്നത് നിനക്കത് കാണാം. അത് വിശംബരനെ വിളിച്ചത് അതിലൊക്കെ വടക്കുണ്ടാക്കുന്ന കാണാം. വിശംബരന് ഭയങ്കര ഇൻട്രസ്റ്റാ.